ഈ ഇന്ത്യ അസ്വസ്ഥമാണ്, ഇവിടെ സമാധാനത്തോടെയുള്ള ജീവിതമില്ല, ഇവിടെയുള്ളത് ഭീകരപ്രവർത്തനവും വർഗീയതയും മാത്രമാണ്. ഇന്ത്യക്കകത്തുള്ള ചില ശക്തികൾ പ്രചരിപ്പിക്കുന്ന അതേ നറേറ്റീവ് ലോക സമൂഹത്തെയും വിശ്വസിപ്പിക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി ഈ ആക്രമണത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള മൾട്ടി ഡയമെൻഷനലായിട്ടുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഈ ഒരു ആക്രമണത്തിന് പിന്നിലുണ്ട്. ഗതികേടിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന പാകിസ്ഥാൻ ഇത്ര വലിയ ഒരു റിസ്ക് എടുത്തത് തീർച്ചയായും ഭാരതം ഇതിനോട് പ്രതികരിക്കും, ശക്തമായി തന്നെ പ്രതികരിക്കും എന്നവർക്കറിയാം. തീർച്ചയായും ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുപക്ഷെ തങ്ങളുടെ കൂടെ നിന്നേക്കാം, അവരെയും ഭാരതത്തിനെതിരെ തിരിക്കാം എന്നൊരു പ്രതീക്ഷ കൂടി പാകിസ്ഥാൻ ഉണ്ടാകും. ഇവിടെ കൊല്ലപ്പെട്ടത് സിവിലിയന്മാരാണ്, സാധാരണ ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഉറിയും ബാലക്കോട്ടും പോലെ ആയിരിക്കില്ല ഇതിൻ്റെ റിയാക്ഷൻ. ആദ്യത്തെ വെടി പൊട്ടിക്കഴിഞ്ഞു. 3 യുദ്ധങ്ങൾ നടന്നപ്പോൾ പോലും ഒന്നും സംഭവിക്കാതിരുന്ന സിന്ധു നദീജല കരാർ ഭാരതം ഏകപക്ഷീയമായി പിൻവാങ്ങിയിരിക്കുന്നു. പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ഈ സിന്ധു നദിയിലെയും ഭാരതത്തിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പോകുന്ന ആ നദികളിലെയും ജലത്തെ ആശ്രയിച്ചാണ്. അത്രയും നദികളെ പാകിസ്ഥാനിലുള്ളൂ. അടുത്ത ഏതാനും മാസങ്ങൾ കൊണ്ട് പാകിസ്ഥാൻ ഒരു മരുപ്പറമ്പായി മാറും. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സൈനിക ശക്തിയായി ഭാരതം മാറിയിരിക്കുന്നതും ഇത്രയധികം ധീര സൈനികരെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നതും റിപ്പബ്ലിക് ദിനത്തിൽ പരേഡ് നടത്താൻ വേണ്ടി മാത്രമല്ല, അത് ശത്രുവിനെ മുച്ചൂടും മുടിക്കാൻ വേണ്ടി കൂടിയാണ്.